നിന്റെ ലീവ് എന്നാ തീരുന്നേ? ഒരാഴ്ചയും കൂടെ ഉണ്ട്. അതിന് അത്ര ദിവസം? അല്ല, ഇവളുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം. അതുപോലെ ഞങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. യാത്രയോ? അതിനടുത്ത മാസം നമ്മള് ഗുരുവായൂർ പോകുന്നില്ലേ? പിന്നെ അതിനിടയ്ക്ക് എന്തോ ഒരു യാത്ര? അയ്യോ അമ്മേ, അമ്പലത്തിൽ പോകുന്ന കാര്യമല്ല, നമ്മളൊരു ഹണിമൂണിന് പോകുന്നുണ്ട്. എന്തോന്ന് ഹണിമൂണ്? കുറെ പൈസ കൊണ്ട് തുലയ്ക്കണം, അല്ലാതെ പൈസ ചെലവൊന്നും ഇല്ല അച്ഛാ. എൻ്റെ ഒരു കസിൻ നമുക്കൊരു ടൂർ പാക്കേജ് എടുത്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവൻ ഇതുവരെ ഒന്നും മൊഴിഞ്ഞില്ലല്ലോ ഞങ്ങളോട്. അല്ല, പോവാൻ സമയം പറയാന്ന് വിചാരിച്ചു. ഓ, ശരണ്യം വീട്ടുകാരും ഒക്കെ ഭയങ്കര ലാവിഷാന്നാണല്ലോ കേൾക്കുന്നത്. വലിയ ആഡംബരക്കാരല്ലേ? മോളെ, പൈസ സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നാളെ നിങ്ങൾ എപ്പോഴാ പോന്നെ? ഞങ്ങള് രാവിലെ പോണെങ്കിൽ ശരണ്യ രാവിലെ അടുക്കളയിൽ കയറണം. രാവിലത്തേക്കും ഉച്ചത്തേക്കും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോണം. പിന്നെ നിങ്ങൾ നാളെ തന്നെ തിരിച്ചു വരുമോ? അല്ല, നാളെ ഇവളുടെ ചേച്ചിയുടെ വീട്ടിൽ തങ്ങാനാ പ്ലാൻ. എന്തോന്ന് പ്ലാൻ? നാളെ നിങ്ങളുടെ അമ്മയും കൊണ്ട് നടുവ് തിരുമാൻ പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ എത്തിയേക്കണം. മോളെ, ഇതെല്ലാം വൃത്തിയായിട്ട് ചെയ്യണേ. അതുപോലെ മോളെ, ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് കറികൾ വെക്കുമ്പോൾ നല്ല എരിവും ഉപ്പും വേണം കേട്ടോ. ഞാൻ ചെയ്യാമേ. ഒരു കാര്യമുണ്ട്, അച്ഛന് കുളിക്കാൻ ചൂടുവെള്ളം തന്നെ വേണം. അതും ആ പുറകൾ തടിപ്പി തന്നെ വെച്ച് കത്തിക്കണേ. അതിനിവിടെ ഹീറ്റർ ഇല്ലേ? അയ്യോ, ഹീറ്ററിൽ വെച്ചാലേ അത് പാകമാവത്തില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അടുപ്പിൽ വെച്ച് കത്തിച്ചാലേ ശരിയാവത്തുള്ളൂ. പിന്നെ മോളെ, ഞങ്ങക്ക് ഗുളിക കഴിക്കേണ്ടതാ. ചൂടുവെള്ളം തന്നെ തരണേ. അതുപോലെ അച്ഛന് ചായ കൊടുക്കുന്നത് ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. എല്ലാം മോളടുത്ത് പറയുവാണേ.